സെമിയോട്ടിക്കയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വലിയ ലീഡോടുകൂടി മുമ്പിൽ നിൽക്കുന്ന 35 മണ്ഡലങ്ങളെയാണ് ഈ ഘട്ടത്തിൽ സെമിയോട്ടിക്ക നമുക്കായി വിശകലനം ചെയ്യുന്നത്. 70 മുതൽ 75% വിജയസാധ്യതയുള്ള ഓരോ മണ്ഡലങ്ങളും മുന്നണികൾ തിരിച്ച് നമുക്ക് നോക്കാം. UDFന് 70 മുതൽ 75% വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ മാനന്തവാടി, നാദാപുരം, കോഴിക്കോട്, നോർത്ത്, കൊടുവള്ളി, പെരിന്തൽമണ്ണ, കോട്ടയം, ഇടുക്കി, തൃപ്പൂണിത്തുറ, കുന്നത്തൂർ, കുണ്ടറ, കോന്നി, നെയ്യാറ്റിൻകര, കൊച്ചി. LDFന് 70 മുതൽ 75% വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തൃക്കരിപ്പൂർ, കൂത്തുപറമ്പ്, ഏലത്തൂർ, പൊന്നാനി, വടക്കാഞ്ചേരി, നാട്ടിക, ഒല്ലൂർ, പുതുക്കാട്, ചിറ്റൂർ, നെന്മാറ, തരൂർ, ഉടുമ്പൻചോല, വൈക്കം, അരൂർ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, രവിപുരം, ചടയമംഗലം, തിരുവനന്തപുരം. NDAക്ക് 70 മുതൽ 75% വിജയസാധ്യതയുള്ള മണ്ഡലം കുന്നത്തുനാട്. 41% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക ഇവിടെ NDAക്ക് പ്രവചിക്കുന്നത്. 70 മുതൽ 75% വിജയസാധ്യതയുള്ള 35 മണ്ഡലങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ UDFന് അനുകൂലമായി 13, LDFന് അനുകൂലമായി 21, NDAക്ക് അനുകൂലമായി 1. 114 മണ്ഡലങ്ങളുടെ സംയുക്തമായ പ്രവചനം നമ്മൾ നോക്കുമ്പോൾ 100% വിജയസാധ്യത UDFന് 49, LDFന് 30, NDAക്ക് 0. 70 മുതൽ 75% വിജയസാധ്യത UDFന് 13, LDFന് 21, NDAക്ക് 1. മൊത്തത്തിൽ UDF 62, LDF 51, NDA 1. ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന ബാക്കി ഉള്ള മണ്ഡലങ്ങളൂടെ ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 140 മണ്ഡലങ്ങളിലെ അന്തിമ ഫലപ്രവചനം ഇപ്രകാരമാണ് സെമിയോട്ടിക്ക നടത്തുന്നത്. UDF 73 മുതൽ 81 സീറ്റുകൾ നേടുവാനാണ് സാധ്യത. LDF 56 മുതൽ 62 സീറ്റുകൾ. NDAക്ക് 1 മുതൽ 4 സീറ്റുകൾ. ഇതിൽ നേരിയ മുൻതൂക്കമുള്ള അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ UDF 12 മുതൽ 18 മണ്ഡലങ്ങളിൽ ജയിക്കുവാനാണ് സാധ്യത. LDF 6 മുതൽ 10 വരെ മണ്ഡലങ്ങളും NDA 1 മുതൽ 3 വരെ ഉള്ള മണ്ഡലങ്ങളും. ഈ മണ്ഡലങ്ങളുടെ വിശദമായ ഒരു വിശകലനം ഉടനെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും. Until then, we are signing off.